ശ്രീ പ്രശാന്ത്, 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന നിരവധി വിഷയങ്ങളുണ്ടാകും. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് നിൽക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാകാൻ പോകുന്നത് മുനമ്പമായിരിക്കും. മുനമ്പത്ത് നമുക്കറിയാം, ഈ വഖഫ് ബോർഡിൻ്റെ ആ പ്രശ്നം വന്നപ്പോൾ തന്നെ 3 ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അന്ന് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ LDFും UDFും കിടന്ന് നട്ടം തിരിയുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പിലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? UDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട് അധികാരത്തിൽ വരുമെന്നുള്ളത്. അപ്പോൾ ഏത് തരത്തിൽ അവിടെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. മുൻപം വിഷയം ഒരു വലിയ വിഷയമായിട്ട് മാറുക മാറുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന UDFനെയാണ്. LDFനെയും ബാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ വിഷയം ഏറ്റെടുത്ത് കൊണ്ടുപോയി പ്രയോജനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാർട്ടി BJP ആണ്. BJP അതിന് വേണ്ട രീതിയിൽ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി സംശയമുണ്ട്. കാരണം ഇതിനകത്ത് ഈ മുനമ്പം വിഷയം, ഇപ്പോൾ ഇന്നലെ ക്രിസ്തുമസുമായിട്ട് മുനമ്പത്ത് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്ന നമ്മൾ പത്രത്തിൽ കൂടെ കണ്ടതാണ്. വൈകിട്ട് സങ്കട ക്രിസ്മസ്. അപ്പോൾ കഷ്ടമാണ് ചില അവരുടെ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു ചാനലുകാർ ചെന്ന് ഓരോ വീടുകളിലും കയറി ക്രിസ്മസിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും ഓരോ വീടുകളിലെയും ആൾക്കാർ അറിയാമല്ലോ, ഈ മത്സ്യത്തൊഴിലാളികളാണ് സാറേ, കടലിൽ നിത്യേന പോയിട്ട് ഉപജീവനം കഴിക്കുന്ന ഒരു മാർഗമില്ലാത്ത ഒരാൾക്കാരാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ച് മൊത്തം വെള്ളത്തിൽ പോയെന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഈ വസ്തു കാണിച്ച് കെട്ടിച്ച് വിട്ടവരുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ വസ്തു ലോൺ വെച്ച് പൈസ കൊടുക്കാമെന്ന് കണ്ട് ഇരുന്നവരുണ്ട്. ഗർഭിണിയായിട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ വേറെ അസുഖമായിട്ടിരിക്കുന്നവർക്ക് ഈ വസ്തു എല്ലാം വെച്ച് പല മാർഗ്ഗങ്ങൾ കണ്ടവരുണ്ട്. അല്ലെങ്കിൽ അസുഖമായിട്ടിരുന്നപ്പോൾ ചികിത്സിക്കാൻ ഈ വസ്തു ഈട് കൊടുത്തത് ഇപ്പോൾ പ്രശ്നം. അങ്ങനെ പല രീതിയിലുള്ള ജീവിതമാർഗം അടഞ്ഞ വിഷയങ്ങൾ കണ്ടമാനമുള്ളവരുടെ ഒരു എണ്ണി പറയത്തക്കോണമുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇന്നലെ അവിടെ പോയി ഈ വിഷയം, മുനമ്പം വിഷയം, ഒരു നിയമപരമായിട്ട് വളരെ കുഴപ്പത്തിലുള്ളൊരു വിഷയമാണ്. വൺസ് വക്കഫ് ആൾവേസ് വക്കഫ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ നിയമം. അതാര് കൊണ്ടുവന്നതായാലും അതാണ് അതിൻ്റെ നിയമം. അതിനകത്ത് അതിനെ മറികടക്കുകയാണ് സാറേ വേണ്ടത്. അത് ആ ഒരു വക്കഫിൻ്റെ ഭൂമിയാണെന്ന് ഈ മുസ്ലിങ്ങളും അല്ലെങ്കിൽ മുസ്ലിം ലീഗും അതിൻ്റെ മതസംഘടനകളും ഒക്കെ പറയുന്നു. അതിനകത്ത് വാസ്തവമില്ലായ്മ എന്നുള്ളതിനെപ്പറ്റി കോടതിയും അല്ലെങ്കിൽ തീരുമാനിക്കണം. ചില മുസ്ലിം പണ്ഡിതന്മാർ അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖയുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇതിന് മാർഗമെന്ന് പറയുന്നത് പറ്റിയില്ലല്ലോ സാറേ. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും 5 കൊല്ലം കൊണ്ട് ഈ പാവത്തങ്ങൾ അവിടെ കുത്തിയിരിക്കുന്നു. അവർ പറ്റിക്കപ്പെട്ടെന്ന് അല്ലെങ്കിൽ അവരുടെ വസ്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. കാരണം അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ല. വക്കഫിൽ നിന്ന് നോട്ടീസ് വന്നു, കരമടയ്ക്കേണ്ടെന്ന് തീരുമാനിക്കുന്നു. വില്ലേജ് ഓഫീസർ പൈസയും കൊണ്ട് ചെല്ലുമ്പോൾ വേണ്ടാന്ന് പറയുന്നു. ലോണിന് ചെല്ലുന്ന സഹകരണ ബാങ്കും അല്ലെങ്കിൽ എല്ലാ ബാങ്കുകളും നിഷേധിക്കുന്നു. ഒരു കാര്യത്തിനും ഈ ഭൂമി ജാമ്യമല്ലാതാവുന്നു. അപ്പോൾ അവിടെ നാളെ കാലത്തെ ഈ വലിയ ഒരു ബോർഡിനോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയും ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള തീരുമാനത്തിൽ അവരവിടെ നിവൃത്തികേടിൻ്റെ ഭാഗമായിട്ട് ഒന്നുകിൽ ഈ പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ, മരണമല്ല തൊഴിലല്ലെങ്കിൽ ജയിലെന്നൊക്കെ പറയുന്നത്. കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങളെ കൊല്ല് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുത്തിയിരുന്നതാണ്. അപ്പോഴാണ് ഈ വക്കഫിൻ്റെ വിഷയം ഇതുപോലെ പലയിടത്തും ഉരുത്തിരിഞ്ഞു. അതിനകത്ത് ഇതുപോലെ ഒരു മര്യാദകളുണ്ടെന്ന് കണ്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആ നിയമത്തിനകത്ത് തിരുത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ ചെന്ന് അത് തിരുത്താൻ പറ്റത്തില്ല, അത് അങ്ങനെ തന്നെ വേണമെന്ന് വാദിച്ച കൂട്ടത്തിലുള്ള MP ഉൾപ്പെടെ ഉള്ളവരാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയമായിരിക്കും, ഞാൻ അതും അങ്ങ് സമ്മതിച്ചു. പക്ഷേ ഇന്നലെ ആ പട്ടിണി ഇരിക്കുന്നവൻ്റെ വീണ്ടും പോയി പറ്റിക്കാൻ പോകുന്ന എന്തിനാ സാറേ? ഇന്നലെ അവിടെ പട്ടിണി ഇരിക്കുന്നവരെ വീണ്ടും വൈകിട്ട് അവിടെ പോയി പറ്റിക്കാൻ പോകുന്ന എന്തിനാ? ഇത് ഈ മഹാഭാവം എവിടെ ചെന്ന് തീരും സാറേ? അല്ല, ഞാൻ സാധാരണക്കാരൻ്റെ ഇത് എല്ലാ മുന്നണികളും ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, ഈ വല്ല ഇന്നലെ വക്കഫിൻ്റെ ആ കാര്യം തീരണമെങ്കിൽ നോട്ടീസ് കൊടുത്ത സ്ഥിതിക്ക് ഒരിക്കൽ VS അച്യുതാനന്ദൻ്റെ കാലത്ത് സർച്ചാർ കമ്മീഷൻ എന്നാണ് അതിൻ്റെ പേര്. ആ കമ്മീഷൻ വെച്ചിട്ട് അന്നൊരാളുടെ പരാതി അനുസരിച്ച് അന്നൊരു PFIക്കാരനാണ് പരാതി കൊടുത്തത്. PFIക്കാരൻ പരാതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് കമ്മീഷൻ ഈ വിഷയത്തിൽ തീരുമാനം കൊടുക്കാൻ പറഞ്ഞു. സാധാരണ ഒരു തീരുമാനം എടുക്കാൻ എത്ര കാലം എടുക്കും? പിറ്റേന്ന് ഒരാഴ്ച എടുത്തില്ല, തീരുമാനം കൊടുത്തു. ഇത് വക്കഫിൻ്റെ ഭൂമിയാണ്. വക്കഫിൻ്റെ ഭൂമി കണ്ടെത്താൻ അന്ന് നിയമിച്ച ജുഡീഷ്യൽ അല്ലെങ്കിൽ ആ സർച്ചാർ കമ്മീഷൻ അത് 15ാമത്തെ ലിസ്റ്റ് വരുന്ന ഭൂമിയായത്. VSൻ്റെ കാലത്താണ്. അത് നിയമസഭാ രേഖ ഉള്ളതാണ് സാറ് മനസ്സിലാക്കി. നിയമസഭാ രേഖ ഉള്ളതാണല്ലോ. അന്നൊരു കമ്മീഷൻ തീരുമാനിച്ചാണല്ലോ. പിണറായി വിജയൻ വീണ്ടും കമ്മീഷനെ വെച്ചേക്കുക. ഏത് കമ്മീഷനാണ് സാറേ അതിനകത്ത് വാലിഡിറ്റി ഉള്ളത്? പോട്ട് ഈ കമ്മീഷന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ? അതിനപ്പുറം നിൽക്കുന്ന നാളെ കാലത്തെ ഈ കമ്മീഷൻ, നിയമസഭയിലുള്ള കമ്മീഷൻ നമ്മളങ്ങ്
മറ്റേ കമ്മീഷനോട് വരും, മറ്റേനങ്ങ് വാലിഡിറ്റി ഉണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കാം. സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ നിയമത്തെ മറികടക്കാൻ പറ്റുമോ? ഇപ്പം നിൽക്കുന്ന നിയമത്തെ മറികടക്കാൻ പറ്റുമോ? കാരണം ഇപ്പം നിൽക്കുന്ന നിയമനിർമ്മാണ സഭയിലുള്ള നിയമം, നിയമസഭയിലെ നിയമവും നിയമസഭയിലെ നിയമം സുപ്രീം കോടതിക്ക് മറികടക്കാൻ ഒക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ലോകസഭയിൽ ചോദിക്കുന്ന നിയമനിർമ്മാണം അവിടെ വെച്ച നിയമം മറികടക്കാൻ സുപ്രീം കോടതി ഒക്കത്തില്ല. മാത്രമല്ല ഇതിനകത്ത് ഇതിൻ്റെ നിയമം എങ്ങനെ അവരുടെ ട്രൈബ്യൂണലിനാണ് തീരുമാനിക്കാൻ പറ്റുന്നത്. അത് ഒരു വക്കഫായിട്ട് അവരുടെ ട്രൈബ്യൂണലിൽ തീരുമാനിച്ച് ആ ട്രൈബ്യൂണൽ വക്കഫെല്ലാം തീരുമാനിച്ചു കൊടുത്താലേ ആ വക്കഫിൻ്റെ കുരുക്കിൽ നിന്ന് മാറത്തുള്ളൂ. ഇവരാരൊക്കെ തീരുമാനിച്ചാലും എവിടെ വെളിയിൽ തീരുമാനിച്ചാലും വക്കഫ് ബോർഡ് തീരുമാനിച്ചാലും ആ ഓഫീസർ ഒരിക്കൽ വക്കഫിന് നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ നാളെ കാലത്ത് ഈ തീരുമാനം എടുത്ത് വെളിയിൽ വരുമ്പോൾ വേറെ ഒരാൾ വെളിയിൽ നിന്ന് പറയുക ഈ വക്കഫ് ഭൂമിയുടെ കാര്യം എന്തോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ വക്കഫിന് അവകാശപ്പെട്ടാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വക്കഫിന് നോട്ടീസ് കൊടുത്താൽ അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. അതാണ് ഈ നിയമം. ഈ നിയമത്തിന് ഇന്നലെ അവിടെ പോയി കരമടയ്ക്കാൻ, ക്രിസ്മസ് ആയിട്ട് കരമടയ്ക്കാൻ നമ്മുടെ ഗവൺമെൻറ് അംഗീകാരം കൊടുക്കുന്നു. കരമടച്ചുകൊണ്ട് എന്തോ കാര്യം? കരമടയ്ക്കുമ്പോൾ ആ പൈസ ആ കരമടയ്ക്കേണ്ട വാദങ്ങളുടെ കരമടയ്ക്കേണ്ട പൈസ അവിടെ കൊണ്ടുവന്ന് സർക്കാരിന് കരമടയ്ക്കുക, സർക്കാരിന് ഒരു ഇത് കൊടുക്കുമല്ലേ. അപ്പം ഇന്നലെ പോയിട്ടെന്ന് പറഞ്ഞാൽ കരമടയ്ക്കുന്നതിൻ്റെ സത്യവാങ്മൂലം ശരിയാണോ എന്ന് പരിശോധിക്കണം. ആരാ? പ്രതിപക്ഷ നേതാവ്. എന്നുവെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല, കോടതിയിൽ കൃത്യമായിട്ട് മറുപടി കൊടുത്തില്ല. അതായത് ഇവർക്കറിയാം, പിന്നെ ശരിയായിട്ട് നട്ടലുള്ള മത്സ്യത്തൊഴിലാളികൾ പല ഘട്ടങ്ങളിൽ പല കാര്യങ്ങൾ, ഇപ്പോൾ വിഴിഞ്ഞത്തൊരു വിഷയം വന്നപ്പോൾ അവർ അടിച്ചോടിച്ചല്ലോ എല്ലാത്തിനെയും. ഏതർത്ഥത്തിലാണെന്നുള്ളത് അത് ആരുടെയൊക്കെ ഭാഗമായിട്ട് നിന്ന് ആ വിഷയം ഉണ്ടായത്. ഈ പറ്റിക്കാൻ ചെല്ലുമ്പോൾ അവിടുന്ന് അടിച്ചോടിക്കണം. യഥാർത്ഥത്തിൽ അതാ ചെയ്യേണ്ടത്. അല്ല, ഈ വക്കഫ് ഭേദഗതി നിയമത്തിന് ഈ പറയുന്നവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവിടുത്തെ MP എങ്കിലും നേരെ എന്ന് പറയണ്ടേ, എൻ്റെ അവിടുത്തെ വക്കഫിന് ഈ വിഷയമുണ്ട്, ആ നിയമഭേദഗതി ഇങ്ങനെ പാടില്ല, എന്താ ചെയ്യണ്ടേ? അതിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കാൻ നിൽക്കുമായിരുന്നു, മറ്റവരുടെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറ്റിക്കലിൻ്റെ പരിപാടി പട്ടിണി കിടക്കുന്നവൻ്റെ മുമ്പിൽ ചെന്ന് ക്രിസ്മസിനെ തൊപ്പിയും വെച്ച് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദകേടാ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ആരെ പറ്റിച്ചാലും ആരെ കൊന്നാലും എന്ത് മുക്കിയാലും എനിക്ക് 2026 മുഖ്യമന്ത്രിയാണ്. എനിക്ക് 2026 മുഖ്യമന്ത്രിയാണ്. അത് മത്സ്യത്തൊഴിലാളി മുങ്ങിയാലും കർഷകൻ മുങ്ങിയാലും സർക്കാർ ഉദ്യോഗസ്ഥൻ മുങ്ങിയാലും നാട് മൊത്തം വെള്ളത്തിലായാലും എന്തായാലും കുഴപ്പമില്ല. 2026 എനിക്ക് മുഖ്യമന്ത്രിയാണ്. അത് കോൺഗ്രസിൻ്റെ തീരുമാനം അങ്ങനെ, CPM-ൻ്റെ തീരുമാനം അങ്ങനെ. ഇവിടുത്തെ മുൻപത്തെ വിഷയവും മറ്റു വിഷയമൊന്നുമില്ല. അത് അതുവരെ എങ്ങനെയല്ല ഇവരെ പറ്റിച്ച് ഇതുവരെ പറ്റിച്ച പോലെ പറ്റിച്ച് മുന്നോട്ട് പോയി വീണ്ടും അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലാകുമ്പോൾ ആർക്ക് പോയാൽ ആർക്ക് ചെയ്തു. ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് ഇന്നലെ മുനമ്പത്ത് നമ്മൾ കണ്ടത്.